ഒരു വ്ളോഗർ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് ഫുഡ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ റിവ്യൂ ഇടുന്നു. ആ റിവ്യൂ കണ്ട റെസ്റ്റോറന്റ് മുതലാളി അവിടുത്തെ മാനേജർ പിരിച്ചുവിടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നടന്നൊരു സംഭവമാണിത്. അർജുൻ MP എന്ന് പറഞ്ഞൊരു വ്ളോഗർ എല്ലാവരും അറിയുന്നുണ്ടാകും. പലതരത്തിലുള്ള ചാലഞ്ച് വീഡിയോകൾ നേടി ശ്രദ്ധ നേടിയ ആളാണ് ഈ പറയുന്ന അർജുൻ. അർജുന്റെ ഫുഡ് ചാലഞ്ച് ഒക്കെ ഒരു സമയത്ത് നല്ല വൈറലായിരുന്നു. റാൻഡമായി തിരഞ്ഞെടുക്കുന്ന ഒരാളെ കൊണ്ട് അർജുൻ ഒരു ഹോട്ടലിൽ കയറും. എന്നിട്ട് അവിടുത്തെ മെനു മുഴുവനും കഴിച്ചാൽ ഇത്ര പൈസ തരാമെന്ന് പറയും. ഇങ്ങനെയായിരുന്നു ആ ചാലഞ്ച്. ഇങ്ങനെ പലവിധ ചാലഞ്ചുകളും കണ്ടക്ട് ചെയ്തിട്ടുള്ള ആളാണ് ഈ പറയുന്ന അർജുൻ. ആളുടെ പല വീഡിയോകളും കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്തായാലും ഈ ഈടായി അർജുന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ ജില്ലകളിലും പോയി 24 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ പല ഫുഡ് സ്പോട്ടുകളിൽ നിന്നായി 10,000 രൂപക്ക് ഫുഡ് കഴിക്കുക. ഇതാണ് ആളുടെ ഇപ്പോഴത്തെ പരിപാടി. ഇങ്ങനെ ഒരു ചാലഞ്ചുമായി ഇടുക്കി ജില്ലയിൽ പോയപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം നടക്കുന്നത്. ഏത് ഫുഡ് മോശമാണെന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ടതിന് പിന്നാലെ ആ റെസ്റ്റോറന്റുകാർ മാനേജർ പുറത്താക്കിയില്ലേ ആ സംഭവം. നമുക്ക് എന്തായാലും അർജുൻ ഇടുക്കിയിലെ ഈ പ്രസ്തുത ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടോക്കാം. എന്റെ വയറാണെന്ന് കേട്ടാ, ഇത്രേ ആയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. നിങ്ങളെന്നെ കൊല്ലാൻ നോക്കുവാണ്. അല്ല ഇതിപ്പോ എന്റെ അനിയൻ തന്നെയാണ്, എന്റെ അനിയനെ കൊല്ലാൻ നോക്കുവാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് വല്ല ഇറങ്ങുക, അത് അടുത്ത സ്പോട്ടിൽ പോകാം. ഇത് നമുക്ക് കഴിച്ചോണ്ടിരിക്കാം. എന്തൊക്കെ പറഞ്ഞായിരുന്നു ആൾക്കാര് കസ്കർ കഫേനെ കുറിച്ച്. ഇപ്പൊ അർജുനോട് സംസാരിക്കുന്നത് കണ്ടില്ല ഒരാള്, അയാളാണ് ആ ജോലി പോയ മാനേജർ കേട്ടോ. ഈ മാനേജർ വഴി കൂടെ പോവുകയായിരുന്നു അർജുനെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവന്ന് ആ കഫേയിൽ കയറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ ശരിക്കും മാനേജർ തന്നെയാണോ എന്തോ. അല്ല, നമ്മൾ എവിടെയൊന്നും റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ഹോട്ടലിലേക്ക് വിളിച്ച് കയറ്റുന്ന പരിപാടിയൊന്നും മാനേജർമാര് ചെയ്യൂല. അതിനൊക്കെ വേറെ ആൾക്കാരാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും ഈ മാനേജർ സ്വന്തം കുഴി തോണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇയാൾ ഒന്നുകിൽ അർജുനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ടാകാം. നല്ല ആവശ്യത്തിൽ തന്നെ അർജുനെ ഹോട്ടലിലേക്ക് വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. മാനേജർ തന്നെ വന്ന് പറയുന്നത് അടിപൊളിയാണെന്ന്. ഒരു തേൻ കുടിച്ച് പാരം നടന്നൊരു തേനീച്ചയായിരുന്നു ഞാൻ. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് കയറി തസ്കർ കഫേയിലോട്ട് വിളിച്ചു. നമുക്ക് അവിടെ കൂടി പോവാം. അല്ലെങ്കിൽ ഇടുക്കിയിൽ സ്ഥലം കടയൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വലുതായിട്ട് കമന്റ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ വലിയ ഫേമസ് ആണ്, തിരക്കുണ്ട്, നമുക്കൊന്ന് കയറി കഴിച്ചിട്ട് പോവാം. ഇവിടെ മാനേജർ പറയുന്നത് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഡിലേ ഉണ്ടെന്ന് മാത്രം. പോവാ, കഴിച്ചു നോക്കാം. എന്നെ ക്യാൻവാസ് ചെയ്ത് ഇവിടെ എത്തിച്ചു ബോയ്സ്. എന്ത് ചെയ്യാനാ, കുറച്ച് ഷർദില് കുടിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാൻ നോക്കുകയാണ് ചില ആൾക്കാർ. ഇവിടെ ഓരോ കടയിൽ നിന്ന് അങ്ങോട്ടും പോകാൻ കുറച്ചേറെ സഞ്ചരിക്കണം. അതെനിക്ക് മനസ്സിലായി തുടങ്ങി. അടുത്ത ഡാമിലോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വിശക്കില്ല വൈസ്. എന്തായാലും നമ്മളൊരു ബാംബു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പ്രോൺസ് 690 രൂപ. ഞാൻ ശ്രമിക്കുകയാണ് ഒരേ ഐറ്റം വെച്ച്. ഞാൻ ഈ 10,000 എടുത്താൽ ഇപ്പൊ 1500 അവിടെയായി, ഇവിടെ 690 ആയി. എന്തെങ്കിലും 699 ഉറുപ്പിക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ബിരിയാണിന്റെ 3 ഇരട്ടി വിലയാണല്ലോ. ബാമ്പു ബിരിയാണി ആണെന്നൊക്കെ പറയുന്നു. അതായത് സാധാരണ പോലെ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം ഒരു മുളക്കഷ്ണത്തിൽ ഇട്ട് ചൂടാക്കി തരുന്നു, അത്രയേ ഉള്ളൂ. അതോ ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുളയരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ മുളയരി കൊണ്ടുള്ള ബിരിയാണി ആണെങ്കിൽ ചിലപ്പോൾ നല്ല റേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്കവാറും മുളയരി കൊണ്ടുള്ള ബിരിയാണി തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ പിന്നെ ഇത്ര റേറ്റ് വന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും 690 ഉറുപ്പിന് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വേണമെങ്കിൽ ഒരു തവണക്ക് ട്രൈ ചെയ്യാം അല്ലെ. പക്ഷെ എന്തായാലും നിങ്ങൾ ആലോചിച്ചു, ഈ 699 ഉറുപ്പിക മുടക്കിയിട്ട് ലാസ്റ്റ് 10 പൈസക്ക് ഇല്ലാത്ത ബിരിയാണിയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഉറക്കം വരും. എന്തായാലും ബാക്കിയുടെ ഇട്ടോക്കാം. എന്നാലും ഇത്ര ക്യാൻവാസ് ചെയ്ത സ്ഥിതിക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. പ്രോൺസിനെക്കാട്ടും കൂടുതൽ ചോറായിട്ട് തോന്നുന്നു എനിക്ക് ചെറുതായിട്ട്. 650 രൂപയുടെ പൊള്ളുന്ന ബാംബു ബിരിയാണി ഒടുക്ക ചൂടാണ് എനിക്ക് കഴിക്കാൻ പറ്റും. കാരണം ഞാൻ പൊള്ളലൊക്കെ കഴിക്കുന്നത്. പ്രോൺസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, വലിയ ഫ്ലേവർ പിടിച്ചിട്ടില്ല പ്രോൺസിന്. ഒരെണ്ണം കഴിക്കട്ടെ. അടിപൊളി, പണി കിട്ടിയെന്നർത്ഥം. ബിരിയാണി പോരാ, 699 ഉറുപ്പിക ടീം. പക്ഷെ അർജുന പ്രശ്നമല്ലേ, ചാലഞ്ച് അല്ലേ. എങ്ങനെയാലും 10,000 രൂപക്ക് ഫുഡ് കഴിക്കണല്ലോ. സോ വില കൂടെ ഐറ്റംസ് വാങ്ങാനായിരിക്കും അർജുൻ ശ്രമിക്കുന്നത്. എന്തായാലും ബാക്കി കൂടെ കണ്ടോക്കാം. കൈ കാണിക്ക് എങ്ങനെ ഉണ്ടെന്ന്. ആൾക്കാരൊന്നും ഇല്ല, ഒരു ഫ്ലേവറും പിടിച്ചില്ല. ജസ്റ്റ് ഇപ്പം ചട്ടിലോട്ട് വീണിട്ട് എടുത്തോണ്ടെന്ന് നടക്കുന്നത്. എന്നാലും ബിരിയാണി പറയാനുണ്ടെന്ന്. ബാംബു ബിരിയാണി ഗ്രേവിയൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയാം. നമ്മൾ ഒരിക്കലും ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കരുത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ. അച്ചാർന്ന് കേട്ടോ, കുറച്ച് ടേസ്റ്റ് വരും. 650 വർത്ത് ഇട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ബിരിയാണി, ബട്ട് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ് ഫോർ 650. 650 ഇല്ല, പക്ഷെ നല്ല ബിരിയാണിയാണ്. ഈ ചെമ്മീൻ ഒട്ടും എന്താണ് അരപ്പ് പിടിച്ചിട്ടില്ല. ബിരിയാണി കുഴപ്പമില്ല, നല്ല ബിരിയാണിയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഫീൽ ആവുന്നുണ്ട്. ബട്ട് ഫ്ലേവർ പ്രൊഫൈൽ ഇസ് നോട്ട് ദാറ്റ് ഹൈ. കുറച്ചൊരു അച്ചാർ വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ഫ്ലേവർ കിട്ടാൻ. പ്രോൺസ് ഫ്രഷ് ഒക്കെ തന്നെയാണ്, അത് കഴിക്കാൻ മനസ്സിലാവുന്നുണ്ട്. ഡയറക്റ്റ് കടലിൽ നിന്നെടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും.
നല്ല ഊക്കാണല്ലോ. ഈ ഹോട്ടലുകാർക്ക് ഇതിനും വലിയ കൊട്ട് കിട്ടാനില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോ അല്ലേ. പക്ഷെ ഇതൊക്കെ ഈ ഹോട്ടലുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഈ 699 റുപ്യക്കൊക്കെ ബിരിയാണി കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. മര്യാദക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. പണം കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അത്ര അർജുനും ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഫുഡ് 10 പൈസക്കില്ല. നിങ്ങൾ ആരും ഈ ഹോട്ടലിലേക്ക് കയറരുതെന്നൊന്നും അർജുൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, 699 റുപ്യക്ക് മാത്രം ഒന്നുമില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിപ്പോ ആരാലും പറഞ്ഞു പോകും. കാരണം 1-2 രൂപ ഇല്ലല്ലോ, 699 റുപ്യല്ല മുടക്കിയിരിക്കുന്നത്. എന്തായാലും ബാക്കി നോക്കാം. എനർജി ഡ്രിങ്ക് കുടിക്കട്ടെ. ആൾക്കാർ വിചാരിക്കും എന്ത് വേണമെന്ന്. എന്റെ വയറിലും കേട്ടോ ഉറപ്പാ. ഈ വീഡിയോക്ക് എത്ര പെട്ടെന്ന് തന്നെ വയറിലും നോക്കാനുള്ള വീഡിയോ അത്. ഞാൻ ഒറ്റ വലിക്ക് കുടിച്ചാണ്, പക്ഷെ ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടി കാരണം പതുക്കെ കുടിക്കുക. അപ്പൊ ചെറുതായിട്ട് അങ്ങ് ഫീലായി തുടങ്ങി ഞാൻ എപ്പോൾ ഇരുന്നത് ഫ്രഷ് ഇത്ര ഫ്രഷ് ഷ്രിമ്പ് ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യം പറയാം, ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബോയ്സ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ തിന്ന് തീരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്തോ എവിടെയൊക്കെ തകരാറ് പോലെ. എനിക്ക് എന്തൊക്കെ പറ്റുന്നില്ല. അകത്തുനിന്ന് എന്തൊക്കെ വേദനിച്ച് കൊളുത്തി തുടങ്ങുന്നു. താങ്ക് യു. ബ്രോയിന്റെ വക സലാഡ്. ആ സാലഡ് ഒന്ന് എല്ലാവരും നോക്കി വെച്ചോ. എന്റെ വക എന്ന് പറഞ്ഞിട്ടാണ് മാനേജർ ആ സാലഡ് അവിടെ കൊണ്ടുവച്ചത്. കുറച്ച് കക്കിരിക്ക, ക്യാരറ്റ്, ഉള്ളി, അത്രയും പറഞ്ഞിട്ടോ ഇതിലുള്ളത്. നമ്മളൊക്കെ ഹോട്ടലിൽ പോയ സാധാരണ ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനമാണിത്. മാനേജർ എന്റെ വക എന്നും പറഞ്ഞ് കൊണ്ടുവെക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെയും ഇത് ഫ്രീ ആണ്. പക്ഷെ ബില്ല് വരുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ബാക്കി കണ്ടോക്കെ എന്തായാലും. ആൾക്കാർ സലാഡ് കാണാൻ ഞാൻ സൂം ചെയ്യുന്നത്. എന്തുവാണ് ഇത്? എന്റെ ക്യാമറ വെയിറ്റ് ചെയ്തിരിക്കരുത്. കഴിച്ചോ? നല്ല ഫ്രഷ് സാധനമാണ്, എല്ലാം ഫ്രഷാ. എന്റെ തീർന്ന് ഞാനും സെറ്റില്ല. ആ സേഫ് സോണില്ല, ഞാൻ ചാവും കേട്ടാ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂടാ. ഇടുക്കിയിൽ വെറൈറ്റി പിടിക്കുക. ഇടുക്കിയിൽ നമുക്ക് ആ കാട്ടിലാത്തൊക്കെ കയറി ഇരിക്കേണ്ടി വരും എവിടെയെങ്കിലും വെച്ച്. ഇവിടുത്തെ കിച്ചണില് എന്താണ് ഈ ഷെഫിനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇതിനെക്കാട്ടും തിരക്കായിരിക്കും. സാധനമൊക്കെ നല്ലതാ. അവർ കുക്കിങ്ങിന് കുഴപ്പമേ ഉള്ളൂ. ഒരു 650 ഇല്ലല്ലോ. ഞാൻ സാറിനെ പറയാത്ത ശരി പോലെ പച്ചക്ക് പറയുക. എല്ലാ റെസ്റ്റോറൻറ്റിലും പച്ച റിവ്യൂ, ഈ പച്ച ഫുഡ് കണക്ക് ഫ്രഷ് കുക്കുംബറ. ഇപ്പം 690 രൂപയുടെ ബിരിയാണി ആയിരുന്നത്. പിന്നെ എന്റെ ക്യാമറമാൻ ചിക്കൻ ബിരിയാണി മേടിച്ച് അത് 450 രൂപ. എനിക്ക് നമുക്കൊരു കോംപ്ലിമെന്ററി സലാഡ് തന്നില്ലായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളം. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ കേട്ടാ. കോംപ്ലിമെന്ററി സലാഡിന് 120 രൂപ. എന്തായാലും കൊള്ളാം. ഇത് അവിടെ ചൂട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? 4 കഷ്ണം ഉള്ളിയും കക്കിരിക്കും വിട്ടിട്ടതിന് 120 റുപ്യ. എന്തോന്നുണ്ട് ഇത്? രൂപക്കൊന്നും ഒരു വിലയും ഇല്ലാതായോ? ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഉണ്ടാവില്ലല്ലോ ഇമാതിരി കത്തി റേറ്റ്. കണ്ട സാധാരണ ഒരു ചെറിയ ഹോട്ടലാണ്, എന്നിട്ടാണ് ഇമാതിരി റേറ്റ് ഒക്കെ. ഇനിയിപ്പോ ഇടുക്കിയാണ്, ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഒക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാലും നമ്മുടെ നാട്ടിൽ ഫ്രീ ആയി കിട്ടുന്ന സാലഡിനൊക്കെ 120 റുപ്യ ബില്ലിടാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്ന പരിപാടിയായി പോയി. അതും എന്റെ വക എന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തിട്ട് അവസാനം അതിനും ബില്ലിട്ട് കൊടുത്തേക്കുന്നു. ഇനി ഇതിനൊക്കെ ന്യായീകരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതായത് തിന്ന് കഴിഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? റേറ്റ് ഒക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഫുഡ് കഴിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. എന്നാലും ഇതിച്ചിരി കടന്ന കൈയായി പോയി. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബാക്കി കണ്ടോക്കാം. നോർമൽ വെള്ളം കിട്ടത്തില്ല, പാക്ഡ് വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഇടയ്ക്ക് ഇത്ര നല്ല പൈസ വെറുതെ വേസ്റ്റ് ആക്കി ഞാൻ ആദ്യമായിട്ട്. മാനേജർ കൊള്ളാം കേട്ടോ, നമ്മളെ വഴിയിൽ നിന്ന് വിളിച്ചോണ്ട് പോയ മാനേജർ. പക്ഷെ എന്നെ വിളിക്കണ്ടായിരുന്നു. കോംപ്ലിമെന്ററി എന്നിട്ട് കോംപ്ലിമെന്ററി പൈസ മേടിച്ചത് മോശമായി. അത് പറയായിരുന്നു എനിക്ക്. പക്ഷെ വേണ്ട, ഞാൻ വെള്ളം ചൂടുവെള്ളം ചോദിച്ചാൽ അതും കിട്ടിയില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടും അവസാനം മാനേജർ കൊള്ളാം, അടിപൊളിയാണെന്നൊക്കെയാണ് അർജുൻ പറയുന്നത് അല്ലെ. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞ് സാലഡ് കൊടുത്ത് പൈസ വാങ്ങിയെന്ന് ചോദിച്ച് മാനേജറെ കുറിച്ച് ഒരു കുറ്റവും അർജുൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഷെഫ് പോരാ, ഷെഫിനെ മാറ്റണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പോയപ്പോ ആരുടെ പണി പോയി? മാനേജറുടെ പണി പോയി. ആത്മാർത്ഥത കൂടി പോയതിന് ജോലി തെറിച്ച ആദ്യത്തെ വ്യക്തിയായിരിക്കും ഈ മാനേജർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വീഡിയോക്ക് ശേഷമുള്ള മറ്റൊരു വീഡിയോയിലാണ് മാനേജറുടെ ജോലി പോയ കാര്യം അർജുൻ പറയുന്നത്. നമുക്ക് അതൊന്നും കണ്ടു നോക്കാം. ഇവൻ അടുത്ത കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുക്കി വെച്ചെടുത്ത വീഡിയോക്കകത്ത് ഒരു മാനേജർ നമ്മളെ ഒരു റെസ്റ്റോറന്റിലോട്ട് വിളിച്ച് കയറ്റിയായിരുന്നു. മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഹോസ്പിറ്റബിൾ ആയിരുന്നു. നമ്മളെ വിളിച്ച് കയറ്റി. റെസ്റ്റോറന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ വകയായിട്ട് എനിക്ക് തോന്നുന്നു മാനേജറിന് ജോലി പോയെന്ന് തോന്നുന്നു. മാനേജറിനെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ആ ഫുഡിനെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്തായാലും ഞാൻ പയ്യനെ വിളിച്ച് ചോദിക്കാം, മാനേജറിനെ വിളിച്ച് ചോദിക്കാം എന്നാണെന്ന്. മോസ്റ്റ് പ്രോബ്ലി ഹി മൈറ്റ് ബി മാഡ് അറ്റ് മീ. ഞാൻ കാരണമാണ് ജോലി പോയെന്ന് എനിക്കൊരു കമന്റ് വന്നു. ഇപ്പൊ ഒരിക്കലും മറക്കില്ല, ഞാൻ കാരണമാണ് ജോലി പോയെന്ന്. പക്ഷെ ഞാൻ മാനേജറെ ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രം. ഫുഡിനെ കുറിച്ച് സത്യം പറയാം, നിങ്ങൾ പോയി എല്ലാവരും പോയി അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ എന്തും പറഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് കൊള്ളത്തിന് പറയും, കൊള്ളാമെന്ന് പറയും. ഇപ്പൊ ഇനി അങ്ങനെ തന്നെ പറയുന്നത്. ജോലി പോകാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പോയത് എനിക്ക് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പോയെന്ന്. എന്നെ വിളിച്ച് കയറ്റിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ്. അപ്പൊ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ മാനേജറിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്താവുന്നു. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും ഒരു വിഷമം കാണും എന്റെ മേത്തോട്ട്. ആ പുള്ളിക്ക് എവിടെയെങ്കിലും ജോലി ഒപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ, നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ കേട്ടോ. നല്ല പയ്യനാണ്, ഒടുക്കത്തെ ക്യാൻവാസിംഗ് പോലുള്ള ചെറുക്കനാണ്. പക്ഷേ ആ സ്ഥാപനം ആ ക്യാൻവാസിംഗ് ഏറ്റെടുക്കാൻ പറ്റിയില്ല. അത് ഷെഫിന്റെ കഴിവായിരുന്നു. സത്യം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ ഷെഫിന് എന്നെ അല്ല. ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ കണ്ടപ്പോൾ നെഗടിച്ചു. ഞാൻ പിന്നെ വീഡിയോ പറയുന്നത്. എന്തായാലും നമ്മുടെ കണ്ടസ്റ്റന്റ് കഴിച്ചു തീർക്കട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ ഷെഫിനെ പറഞ്ഞിട്ട് ഷെഫിന്റെ ജോലിയും കൂടി പോകുമെന്നോ? എന്തായാലും മാനേജറുടെ ജോലി പോയെന്ന് പറയപ്പെടുന്നു. ഒരു കമന്റിലൂടെയാണ് മാനേജറുടെ ജോലി പോയ കാര്യം അർജുൻ മനസ്സിലാക്കിയത്. ആ കമന്റിൽ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും അർജുൻ അന്വേഷിച്ച് കാണുമല്ലോ. അല്ലാതെ ഒരു
കമന്റ് കണ്ട് മാത്രം ഞാൻ കാരണം ഒരാളുടെ ജോലി പോയെന്നൊന്നും വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്തിനാണ് അയാൾ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അർജുനെ ക്യാൻവാസ് ചെയ്ത് ഹോട്ടലിൽ കയറ്റിയതിനാണോ അതോ അർജുൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും തടയാത്തത് കൊണ്ടാണോ? അർജുന്റെ വീഡിയോ കാരണം ഈ റെസ്റ്റോറന്റിന് അത്യാവശ്യം നല്ല ചീത്തപ്പേര് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ചിലപ്പോൾ അനുവാദമില്ലാതെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമം അവിടെ കാണും. അത് ശ്രദ്ധിക്കേണ്ടത് മാനേജറുടെ കൂടി ഉത്തരവാദിത്തമായിരിക്കണം. അയാൾ അത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാവാം ജോലി പോയത്. അല്ലെങ്കിൽ കോംപ്ലിമെന്ററി എന്നും പറഞ്ഞ് സാലഡ് കൊടുത്ത് പൈസ വാങ്ങിയത് കൊണ്ടാവാം. എന്തൊക്കെയായാലും ഒരാളുടെ ജോലി പോകുക എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെയാണ്. അതിന് മാത്രം വലിയ തെറ്റൊന്നും അയാൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാളുടെ ജോലി പോകാൻ അർജുന്റെ വീഡിയോ നിമിത്തമായത് സത്യം പറഞ്ഞാൽ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ അർജുൻ തെറ്റുകാരനാണെന്ന് പറയാനും പറ്റില്ല. എന്തായാലും അയാൾ തിരിച്ച് ജോലിക്ക് എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അയാൾക്ക് ജോലി കൊടുത്താൽ നന്നായിരിക്കും. നല്ല ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരൻ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് അർജുൻ തന്നെ ഇടപെട്ട് അയാൾക്ക് ജോലി സെറ്റാക്കി കൊടുക്കുമെന്നാണ്. അങ്ങനെ സംഭവിക്കട്ടെ അല്ലേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് ഒരു ബിരിയാണിക്ക് 600 രൂപ ചാർജ് ചെയ്തതിനെ കുറിച്ചും കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞ സാലഡ് കൊടുത്ത് 120 രൂപ ഈടാക്കിയതിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.